വെൽക്കം ടു ഹാപ്പി ലൈഫ് ടി വി. സെക്സോളജിസ്റ്റുകൾ വളരെ പ്രാധാന്യത്തോടു കൂടെ പറയുന്ന ഒരു കാര്യമാണ്, സ്ത്രീകളോട് പറയുന്ന ഒരു കാര്യമാണ്, നെവർ റിജക്റ്റ് ഹിം സെക്ഷുവലി. ഒരിക്കലും ഭർത്താവിനെ ലൈംഗികമായി റിജക്റ്റ് ചെയ്യരുത് എന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം ഭാര്യയിലേക്ക് ലൈംഗികമായ താല്പര്യത്തോടു കൂടെ കടന്നു വരുന്ന സമയത്ത് മെൻസസുമായി ബന്ധപ്പെട്ട ബ്ലീഡിങ്ങിൻ്റെ സമയത്തല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് സെക്സിനെ കുറിച്ച് അത് ആരോഗ്യകരമല്ല എന്ന് ഒരുപാട് സെക്സ് തെറാപ്പിസ്റ്റുകളും ആരോഗ്യ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അല്ലാത്ത ശുദ്ധിയുള്ള സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭാര്യയിലേക്ക് ലൈംഗികമായ താല്പര്യത്തോടു കൂടെ ഭർത്താവ് വരുന്ന സമയത്ത് ഒരിക്കലും ഭർത്താവിനോട് സെക്സിനെ തൊട്ട് റിജക്റ്റ് ചെയ്യരുതെന്നാണ് അവർ പറയുന്നത്. കാരണം സെക്ഷുവൽ റിജക്ഷൻ ഇസ് ആൻ അൾട്ടിമേറ്റ് ഇൻസൾട്ട് ഫോർ എ പേഴ്സൺ. ഒരു വ്യക്തിയെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് ഇൻസൾട്ടാണ് സ്വന്തം ഭാര്യ ലൈംഗികമായി റിജക്റ്റ് ചെയ്യുക, നിരസിക്കുക എന്ന് പറയുന്നത്. 3, 4, 5, 8 ഒക്കെ തവണ ഇങ്ങനെ സ്വന്തം ഭാര്യയിൽ നിന്ന് ലൈംഗികമായ റിജക്ഷൻ, വേണ്ട 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 എന്ന തരത്തിൽ റിജക്ഷൻ നേരിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ പുരുഷന്മാർക്ക് ഈഗോ വർക്ക് ചെയ്ത് ആ ഭാര്യയിലേക്ക് ഒരു ആത്മാഭിമാന ബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പക്ഷേ പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, കൗൺസിലിങ്ങുകൾ കണ്ടിട്ടുണ്ട്. ആ പുരുഷൻ വീണ്ടും ആ സ്ത്രീയിലേക്ക് ലൈംഗികമായ താല്പര്യത്തോടെ കടന്നു ചെല്ലാതിരിക്കുകയും അതുവഴി സ്വന്തം ഭാര്യയോടുള്ള സെക്സ് ഡ്രൈവ് ആ പുരുഷന് കുറഞ്ഞു വരികയും ചെയ്താൽ ഒരു പക്ഷേ ആ പുരുഷൻ തെറ്റിലേക്ക് പോകാനുള്ള സാധ്യത അവിടെയുണ്ട്. പോകണമെന്നോ അങ്ങനെ അതാണ് അതിൻ്റെ മാർഗമെന്നോ അല്ല പറയുന്നത്. പക്ഷേ സ്ത്രീകൾ ശ്രദ്ധിക്കുവാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെയുള്ളൊരു താല്പര്യം അദ്ദേഹം ഒരുപക്ഷെ സ്വയംഭോഗം ചെയ്യുന്ന പ്രവണതയിലേക്കും മറ്റു തെറ്റുകളിലേക്ക്, അങ്ങനെയുള്ള പല തെറ്റുകളിലേക്കും അദ്ദേഹം പോകുവാനുള്ള സാധ്യത അവിടെയുണ്ട്. ഇങ്ങനെ പലതവണ റിജക്റ്റ് ചെയ്യപ്പെട്ട ഒരു പുരുഷൻ പിൽക്കാലത്ത് അദ്ദേഹം ഒരിക്കലും ഇങ്ങോട്ട് വീണ്ടും സെക്സിന് താല്പര്യമെടുത്ത് വരാതിരിക്കുകയും സ്ത്രീയാണെങ്കിൽ മിക്കവാറും ഇങ്ങോട്ട് ഇനീഷ്യേഷൻ നടത്താതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ദമ്പതികൾക്കിടയിൽ സെക്സ് മരിക്കുമെന്നുള്ളതാണ്. ദമ്പതികൾക്കിടയിൽ സെക്സ് മരിച്ചു കഴിഞ്ഞാൽ ഹർ ലിറ്റിൽ ഇംപെർഫെക്ഷൻസ് വിൽ ഗ്രോ ബിഗർ ആൻഡ് ബിഗർ എന്നാണ് സൈക്കോളജിസ്റ്റുകൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ലൈംഗിക ജീവിതം ഇല്ലാത്ത, ലൈംഗികമായ ബന്ധപ്പെടലുകൾ ഇല്ലാത്ത ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീയുടെ കൊച്ചു കൊച്ചു തെറ്റുകളും ഭർത്താവിൻ്റെ കണ്ണിൽ വലുതായി വന്നുകൊണ്ടിരിക്കുമെന്നാണ്. ആ തെറ്റുകൾ വലുതായി വന്ന് പരസ്പരം കുറ്റപ്പെടുത്തലുകളും, സെക്സ് ഇല്ലാത്ത ദാമ്പത്യ ജീവിതത്തിൽ കുറ്റപ്പെടുത്തലുകളും പരസ്പരം പഴി പറയലുകളും വളരെയധികം കൂടുതലായിരിക്കുമെന്ന് അനുഭവങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശാരീരികമായി വളരെയധികം പ്രയാസമുള്ള, ക്ഷീണമുള്ള അവസരങ്ങളിൽ സ്ത്രീയെ ബുദ്ധിമുട്ടാക്കാതിരിക്കുവാനും പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേസമയം അല്പമൊക്കെ ചെറിയ താല്പര്യക്കുറവോ ക്ഷീണമോ മറ്റോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഭാര്യ ലൈംഗികമായ റിജക്റ്റ് ചെയ്യാതിരിക്കുകയും ഒരുപക്ഷെ ഭാര്യമാർക്ക് ചെയ്യാവുന്നൊരു കാര്യം സെക്സോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. വളരെ പെട്ടെന്ന് സാധാരണ രീതിയിൽ രണ്ടുപേരും ഒത്തിരി സമയമെടുത്ത് ഫോർപ്ലേ ഒക്കെ നടത്തി ലൈംഗിക പൂർവ്വ ലീലകളൊക്കെ നടത്തി സമയമെടുത്ത് ചെയ്യുന്ന ഒരു പ്രവർത്തനം അത്രയും സമയമെടുക്കാതെ ലെറ്റ്സ് ഹാവ് എ സ്പീരീസ് സെക്സ് എന്ന് വേണമെങ്കിൽ ഭാര്യയ്ക്ക് പറയാം. നമുക്കിന്ന് അല്പം വേഗത്തിലാവാം, കാരണം വേണ്ടത്ര ഒരു വലിയൊരു മൂഡില്ല, അല്ലെങ്കിൽ അത്ര ഒരു താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ അല്പം വേഗത്തിലാവും, ഫോർപ്ലേ അത്രയൊന്നും വേണ്ട. പുരുഷനോട് റിജക്റ്റ് ചെയ്യാനും ആ സ്ത്രീക്ക് താല്പര്യമില്ല, വലിയൊരു താല്പര്യം സെക്സിനോടില്ല എങ്കിൽ ഈ രീതിയിൽ പെട്ടെന്ന് നമുക്ക് സെക്സ് ആവാം എന്ന ഒരു തരത്തിൽ പ്രതികരിക്കാൻ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെയാണ് ചില പുരുഷന്മാർക്ക് മറ്റു ചില പുരുഷന്മാരെക്കാളും ലൈംഗികമായ തൃഷ്ണ കൂടുതലായിരിക്കും. സെക്സ് ഡ്രൈവ് ബേസിക്കലി കൂടുതലുള്ള ചില ആളുകളുണ്ടായിരിക്കും. ആ ആളുകൾക്കും ചിലപ്പോൾ ചില ദിവസങ്ങളിൽ 2 തവണയോ അല്ലെങ്കിൽ തുടർച്ചയായ ദിവസങ്ങളിലൊക്കെ സെക്സ് വേണമെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ദിവസങ്ങളാണെങ്കിൽ, ശുദ്ധിയുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അതിന് സമ്മതിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക്, നേരത്തെ കഴിഞ്ഞ എപ്പിസോഡുകൾ നാം പറഞ്ഞതുപോലെ ഇതൊരു ആത്മീയ പ്രവർത്തനമാണ്. ഒരു മഹോന്നതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ദമ്പതികൾക്കിടയിൽ നടക്കുന്ന സൃഷ്ടികർമ്മം പോലും നടക്കുന്ന പ്രവർത്തനമാണിത്. ആ ഒരു രീതിയിൽ കാണുവാനും പുരുഷന്മാരുടെ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് ലൈംഗികമായി പുരുഷൻ്റെ റിജക്റ്റ് ചെയ്യാതിരിക്കുവാനും സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു തവണ കൂടി ഓർമ്മപ്പെടുത്തുന്നു, പ്രയാസപ്പെടുന്ന,
ശാരീരികമായോ മറ്റേതെങ്കിലും തരത്തിൽ വളരെയധികം പ്രയാസപ്പെടുന്ന ഭാര്യമാരെ ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രണ്ട് വിഷയം രണ്ടുപേരും ഉൾക്കൊണ്ട് പെരുമാറിക്കഴിഞ്ഞാൽ ആ ദാമ്പത്യ ജീവിതത്തിൽ അതിൻ്റെ പേരിൽ ഒരിക്കലും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുകയും ആനന്ദകരമായ ലൈംഗിക ജീവിതത്തിലൂടെ ആനന്ദകരമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.